ട്രിപ്പിളും ശാന്തി. മഹാവിനാശം അത് നടക്കന്നെ ചെയ്യൂട്ട. അതിലൊരു സംശയം വേണ്ട. അത് കൃത്യമായ സമയത്ത് നടക്കണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫോണുണ്ട്, യൂട്യൂബ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അന്ന് പുറത്തിറങ്ങണമെങ്കിൽ വണ്ടി ഉണ്ട്, ബസ്സുണ്ട്, പ്ലെയിൻ ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ ഇതിലൂടെയൊക്കെ നമ്മളൊരു യാത്ര എങ്ങോട്ടെങ്കിലും പോകാനും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എത്താറുണ്ടോ? കൃത്യസമയത്ത് എത്താറുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൂടെ കാര്യങ്ങൾ നടക്കാറുണ്ടോ? അങ്ങനെയല്ല. അതിനെയാണ് ബാബ ഡ്രാമ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളൊന്ന് ചിന്തിക്കും, നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമം ചെയ്യും, പക്ഷെ ഡ്രാമ അനുസരിച്ച് നടക്കും. ഇപ്പം നമ്മളൊരു റെയിൽവേ ഡെസ്റ്റിനേഷനിൽ നിന്ന് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ട്രെയിനിൻ്റെ ടൈം നോക്കും. വേർ ഇസ് മൈ ട്രെയിൻ എന്നുള്ളതിൽ അപ്പോൾ ട്രെയിന് 10 മിനിറ്റ് ലേറ്റ് ആണ്. അപ്പോൾ 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ അവിടെ എത്തും, ടിക്കറ്റ് എടുക്കും, ട്രെയിനിൽ കയറാൻ നോക്കുമ്പോൾ ചിലപ്പോൾ സ്പേസ് ഉണ്ടാവില്ല. പിന്നെ അടുത്ത ട്രെയിനിന് പോവാം. കണ്ടോ, ഡ്രാമ അനുസരിച്ച് ആ ഒരു സീന് മാറി. അതല്ല, ചിലപ്പോൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് സീറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ പോവുകയും ചെയ്യാം. പക്ഷെ പോണ വഴിക്കാവും ചിലപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ട്രെയിന് വീണ്ടും ലേറ്റ് ആവുക. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മളൊരു മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്ക് ചിലപ്പോൾ എത്തുന്നത് 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാവും ഈ ട്രെയിൻ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? നല്ല ബുദ്ധിയുള്ളവർ, ആ കറക്റ്റ് 1 മണിക്കൂർ മുന്നേ എത്തണം എന്നുള്ള ചിന്തയുള്ളവർ എന്ത് ചെയ്യണം? അവര് 1/2-3/4 മണിക്കൂർ മുന്നേ തന്നെ അവിടെ എത്താനുള്ള ഏത് ട്രെയിനുണ്ടോ അതിന് പോകണം. അതിന് പോകുന്നു വേണം. അല്ലാതെ കൃത്യസമയത്ത് അവിടെ എത്താൻ പാകത്തിലല്ല ഇറങ്ങേണ്ടത്. നമുക്കെപ്പോ എത്തണം? 8 മണിക്ക് എത്തണം. 8 മണിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ 8 മണിക്ക് ഒരു ഇന്റർവ്യൂയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആണെങ്കിൽ ചുരുങ്ങിയത് ഒരു 7:30 അവിടെ എത്താൻ പാകത്തിലുള്ള ഏത് മാർഗം ഉണ്ടോ അത് സ്വീകരിക്കുക. വേറെ ഒരു മാർഗം ഇല്ലാന്നുണ്ടെങ്കിൽ അർജന്റാണ് അവിടെ എത്തേണ്ടത് എങ്കിൽ തലേ ദിവസം അവിടെ പോയിട്ട് റൂം എടുത്ത് താമസിക്കുക. നമ്മുടെ സ്ഥലത്ത് നിന്നും, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നിന്നും നമുക്ക് അച്ചീവിങ് ഡെസ്റ്റിനേഷൻ, നമുക്ക് ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടത് വേറെ ഒരു മാർഗവും ഇല്ല എന്നുണ്ടെങ്കിൽ തലേ ദിവസം അവിടെ എത്തിയിട്ട് റൂം എടുത്ത് താമസിക്കും. പണം കുറച്ച് ചിലവാണ്, പക്ഷെ നമുക്ക് എത്തേണ്ട സ്ഥലം എങ്ങനെയാണോ അതിനനുസരിച്ച്. ഇപ്പൊ മഹാവിനാശം, ഈ മഹാവിനാശം ഇങ്ങനെ നടക്കാനൊക്കെ തയ്യാറാണ്, ഫുള്ള് തയ്യാറാണ്. പ്രകൃതിനോട് നടത്തിക്കോന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നടത്തും. ആര് പറയണം? നല്ല യോഗി പറയണം. ആരാ നല്ല യോഗി? ഞാനാണോ? നിങ്ങളാണോ? ആരും ആവാം. അതെപ്പോഴാണ്? അതാണ് ബാബ പറഞ്ഞത്, ബ്രാഹ്മണരുടെ മാല കോർക്കാനേ പറ്റൂല. കാരണം ഇന്ന് ഭയങ്കര സേവനവും ഭയങ്കര യോഗമായിരിക്കും. നാളെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ഡും താഴേക്ക് പോകും. അനുഭവട്ടാ, എന്റെയൊക്കെ അനുഭവമാണ്. അതിന് ബാക്കിയുള്ള ഓരോ ആളുകളുണ്ടാവും അവിടെ ക്ലാസ് എടുക്കുന്ന വലിയ വലിയ പദവിയിലൊക്കെ ഇരിക്കുന്നവര്, അവരുടെ അവസ്ഥ തന്നെയാണ്. നമുക്ക് അനുഭവമാണ്. അവര് ഭയങ്കര സേവനം, ഡ്രാമ, തേങ്ങാപ്പിണ്ണാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുക്കും. പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അവിടുത്തെ വൈബ്രേഷൻ കാരണം അവർ വറ്റടള്ളാവുന്നുണ്ട്. കാരണം എന്താ പറയുക, വേണ്ട രീതിയിൽ അവർ യോഗം ചെയ്ത് എടുക്കേണ്ടത് എടുത്തിട്ടില്ല. സംഗതി അവർ നല്ല ജ്ഞാനികളാണ്, യോഗികളാണ്, പക്ഷെ ആ പവർ വേണ്ട രീതിയിൽ എടുത്തിട്ടില്ല. അവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളത് കണ്ട് എന്ന് വെച്ചാൽ നമ്മളെല്ലാം തെളിഞ്ഞിട്ടല്ലട്ടാ. ഞാനിപ്പോ എല്ലാം തെളിഞ്ഞിട്ട് ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരുമൊന്നുമല്ല. എനിക്ക് തെളിയാനുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ എന്താ വേണ്ടത്? ബ്രഹ്മബാബ 10-30 വർഷം അതികഠിനമായ തപസ് ഇരുന്നിട്ട് തന്നെയാണ് അവസാനത്തെ സ്റ്റേജ് നിരാകാരി, നിർവികാരി, നിരഹങ്കാരി സ്ഥിതി ആയത്. അവസാനത്തെ സ്റ്റേജ് ആവാൻ 30 വർഷത്തിന്റെ മേലെടുത്തെന്ന് തോന്നുന്നു. ബ്രഹ്മബാബയ്ക്ക് ആദ്യം സാക്ഷാത്കാരം കിട്ടിയതാണ്. ബ്രഹ്മബാബ 30 കോടി ആദ്യം തന്നെ ബ്രഹ്മകുമാരീസില് സറണ്ടർ ആക്കിയതാണ്. എല്ലാവരും ഒരുമിപ്പിച്ച് 2-3 സ്ഥലം, ഹൈദരാബാദ്, പിന്നെ പാകിസ്ഥാൻ, വീണ്ടും ഇന്ത്യ, അങ്ങനെ 3 സ്ഥലത്തേക്ക് റൗണ്ട് ചെയ്ത് പോയ ആളാണ്.
ഇന്ത്യ 30 വർഷം എടുത്ത്, അതിനേക്കാളും കുറച്ചും കൂടെ മുന്നേ സമ്പൂർണ്ണമാവണ്ടേ. 30 വർഷം തന്നെ പ്രായം നോക്കണം. 60 വയസ്സ് മുതൽ അങ്ങോട്ടാണ് 90 വയസ്സിന്റെ മേലേക്ക്. അത്ര ആ സമയമാകുമ്പോഴേക്ക് എല്ലിന്റെ അവസ്ഥ എന്താ, പല്ലിന്റെ അവസ്ഥ എന്താ, കണ്ണിന്റെ അവസ്ഥ എന്താ, മാനസികാവസ്ഥ എന്താ. കഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മാബാബയ്ക്ക് നമ്പർ 1 സ്ഥാനം കൊടുക്കുന്നത്. അത്ര ആ പ്രായത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പിന്നെ ഒരു 10-30 വർഷം ബ്രഹ്മകുമാരി ഷോ നല്ല നടക്കണേല് എൻ്റെ എല്ലിനും പല്ലിനും ഒന്നും വലിയ കേടില്ല. ചെറുപ്പമാണ്. ഒരു 10-15 വർഷം കഴിഞ്ഞാൽ അതന്നെ താളം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പക്കാ സറണ്ടർ ആവുകയാണെന്ന് നിൽക്കുക. വലിയ പ്രയാസമുണ്ടോ? പ്രയാസമൊക്കെ തന്നെയാണ്. പല രീതിയിൽ ഇടി വരും, പല പല പ്രലോഭനങ്ങൾ വരും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് ഞാൻ പോകാൻ തന്നെ അത് വലിയ സംഭവമല്ല. ചെറുപ്പ ശരീരത്തിനല്ല ഇത് പ്രയാസം, പ്രായമുള്ള ശരീരത്തിന് ഭയങ്കര പ്രയാസം. ഇപ്പൊ തുടങ്ങി വെച്ചിട്ടുള്ള കുമാരന്മാരൊക്കെ ഇപ്പൊ പ്രായമായി. എല്ല് പൊടിയുന്ന സൂക്കടും മറ്റു സൂക്കടുകളും, കണ്ണൊക്കെ വലിയ വലിയ ഊതക്കണ്ണാടികൾ ഇട്ടിട്ട് ചെവി കേൾക്കാതെ പല പല അവസ്ഥയിലാണ് ഇപ്പൊ ഒരുവിധം സറണ്ടേഴ്സിന്റെ അവസ്ഥ. കാരണം എന്താ? കർമ്മം. ബാബയെ കിട്ടിയിട്ട് ബാബയുടെ ചെലവില്, അത് നോക്കണം, ബാബയെ കിട്ടിയിട്ട് ബാബയുടെ ചെലവില് ബാബയുടെ വീട്ടിലിരുന്ന് ചെയ്യുന്ന കർമ്മം തന്നാല് ചില്ലറ കർമ്മം എന്നല്ല, കഠിനമായ കർമ്മമാണ്. എന്നിട്ട് വീക്കാക്കുന്ന കുറേ കള്ളന്മാരവിടെ ഉണ്ട്, കുറേ കള്ളത്തികൾ അവിടെ ഉണ്ട്. അങ്ങനെ തന്നെ ഞാൻ പറയും. ഭയങ്കര പ്രയാസമാണ് അവർക്ക് നേരിടാൻ പോണത്. നേരെ കുറിച്ച് അവരവരുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. എത്ര പ്രയാസം ഉണ്ടാവില്ലായിരുന്നു. ഭയങ്കര പ്രയാസമാണ് ഇനി അവർക്ക് വരാൻ പോണത്. പിടിച്ചു നിൽക്കണം. പിടിച്ചു നിൽക്കില്ല എന്ന് ഓർത്തില്ല. കാരണം അവർക്ക് ഇനി വീട്ടിൽ പോകാനും പറ്റില്ല. എഴുതി കൊടുത്തായില്ലേ സറണ്ടർ. വർഷങ്ങളായില്ലേ, 10-25 വർഷമായി, 30 വർഷമായി, 40 വർഷമായി, 50 വർഷമായി. വെള്ള സാരി, വെള്ള ജുബ്ബയും ഒക്കെ ഇട്ട് ഇതൊക്കെ ബാഡ്ജൊക്കെ കുത്തിയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇനി വീട്ടിലേക്ക് ഇറങ്ങാനും പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് വന്നാലും, ക്യാൻസർ വന്നാലും, കാലില്ലാതായാലും, കണ്ണില്ലാതായാലും, എല്ല് പൊടിഞ്ഞാലും അവിടെ കിടക്കുക. എന്നിട്ട് സമ്പൂർണ്ണമാവുക. എങ്ങനെ സമ്പൂർണ്ണമാവുക? ഓർമ്മിച്ച് സമ്പൂർണ്ണമാവുക. വേറെ നിവൃത്തിയൊന്നുമില്ല. നമ്മുടെ അവസ്ഥ അത് തന്നെ. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രയാസം, എന്തെങ്കിലും കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്, വല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടാവില്ല. പക്ഷെ സറണ്ടേഴ്സ് തന്നെ ഒരുപാട് ഉത്തരം പറയണം. കാരണം എന്താ? ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ട് ഉത്തരം പറയുന്നതാണ്. ഇനി ഈ സറണ്ടർ ആയിട്ട് നമ്മൾ അതാത് സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധങ്ങളായ സേവാ കേന്ദ്രങ്ങൾ വിനാശവും. ഇനിയും സേവന കേന്ദ്രങ്ങളിൽ പലതും കെട്ടിപ്പൊക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒക്കെ വിനാശാവാറാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണം. 5, 6, 7 നില മണിമാളികകൾ കെട്ടിപ്പൊക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. സത്യയുഗത്തിൽ ഒരു നിലയുള്ളൂ. പിന്നെ വലിയ വലിയ ആർക്കിടെക്ചർ ആൻഡ് അതിൻ്റെതായ രീതിയിലുള്ള ഭംഗിയുള്ള മനോഹരമാക്കി തീർത്തിട്ടുള്ള മണിമാളികകൾ ഉണ്ടെന്നുള്ളൂ. പക്ഷെ ഒരു നിലയുള്ളൂ. ആ ഒരു നിലയിൽ വേണം, അതിനുവേണ്ടി വേണം നമ്മൾ പരിശ്രമിക്കാൻ. പക്ഷെ ഇപ്പം സ്ഥലമില്ല. അതുകൊണ്ടാണ് 4-5 നിലകൾ കെട്ടിപ്പൊക്കുന്നത്. പക്ഷെ ആ കെട്ടിപ്പൊക്കുന്നതും അതിൽ ലിഫ്റ്റ് കയറ്റുന്നതും ബാക്കി എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം ഒക്കെ വിനാശാവാൻ പോകണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ 88-89 വർഷമായി. ഇനി ഒരു 10 വർഷം കൂടെ ബാബ പഠിപ്പിക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ വിനാശം ഒന്നിച്ചൊന്നും വരില്ല. പതുക്കെ ഓരോരോ വാർഡുകളായി, ഓരോരോ ജില്ലകളായി, ഓരോരോ ജില്ലകൾ കഴിഞ്ഞാൽ പിന്നെ ഓരോരോ സംസ്ഥാനങ്ങൾ, അങ്ങനെ ഓരോരോ രാജ്യങ്ങൾ. അത് പല വിധത്തിലായിരിക്കും. ഓരോരോ സ്ഥലങ്ങളിലെ കർമ്മത്തിന്റെ കണക്കിനനുസരിച്ച് കൃത്യമായിട്ട് നടക്കും. ഇപ്പൊ ഉത്തർപ്രദേശിൽ എന്താ സംഭവിക്കുന്നത്? മതത്തിന്റെയും ജാതിയുടെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിവിടെ കേരളത്തിലും വരും, മലപ്പുറത്തും വരും, തിരുവനന്തപുരത്തും വരും. ഓരോ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വാക്കിന്റെ പേരിലാവും ഒരാളെ കൊല്ലുന്നതും
ഒരാളെ നശിപ്പിക്കുന്നു ഒക്കെ ചെറിയ വാക്കിന്റെ പേരിൽ. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, ഇതിന്റെ അവരവർക്ക് ഓരോരോ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക. നോ പ്രോബ്ലം. ഏറ്റവും പ്രയാസം എന്താ സംഭവമാണത്? പ്രയാസമാണ്. വേറുള്ളവൻ അംഗീകരിക്കില്ല. അവനെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോകണ ഒരു സമയം വരുമ്പോ, എന്നാൽ നമ്മുടെ സ്ഥലത്തേക്ക് കയ്യേറി കാര്യങ്ങൾ ചെയ്യാൻ വരുമ്പോ അപ്പൊ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ വളരെ ക്ഷമയോടെ യുക്തിയോടെ വളരെ ശാന്തമായി പരിഹരിക്കേണ്ട സമയത്ത് നേരെ വാളും വെടിക്കോപ്പുകളും എടുത്തിട്ട് തീർക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കണം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയും ഇവിടെയൊക്കെ. അപ്പൊ 3 ആളെ കൊന്നു കഴിഞ്ഞാൽ അവര് 30 ആളെ കൊല്ലും. ഇവിടുന്ന് പിന്നെ 60 ആളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവര് 90 ആളെ കൊല്ലും. ഇത് പിന്നെ അങ്ങോട്ട് കനക്കും. അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കുക. നമ്മുടെ വാക്കുകൾ എന്ത് പോകുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും അല്ല നമ്മളെ ബാബ സൃഷ്ടിച്ചിട്ടില്ല. ബാബ നമുക്ക് നമ്മുടെ യുദ്ധക്കോപ്പുകളൊക്കെ നിർത്തി വെക്കൂ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അശുഭ സങ്കല്പം ചെയ്യുന്നൊന്ന് നിർത്തൂ, നിങ്ങൾക്ക് പണി വേറുണ്ട്, യോഗം. നമ്മളോട് പറഞ്ഞിട്ടുള്ള യോഗം ചെയ്യാനും ഈ പ്രയാസങ്ങൾ വരുന്നിടത്തേക്ക് നല്ല ശുദ്ധ വൈബ്രേഷൻസ്, പോസിറ്റീവ് വൈബ്രേഷൻ അത് കൊടുക്കുക വേണം. കാരണം എന്താ വെച്ചാൽ ചെയ്യേണ്ടവർ ചെയ്യും. അതിപ്പോ ഇത് കേട്ടിട്ട് ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളാണെങ്കിലും ശരി, കണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും അവർ ചെയ്യേണ്ടതാണെങ്കിൽ അവർ ചെയ്യും. അതിപ്പോ എനിക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട് ഒരുത്തം വരാൻ ഉദ്ദേശിക്കുന്നത് അവൻ വരും. അവൻ തീർച്ചയായിട്ടും വരും. എന്നെ പണിയാൻ അവൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ബ്രഹ്മകുമാരീസില് ജ്ഞാനം കിട്ടി വർഷങ്ങളായി എന്താണ് വിനാശം എന്നറിഞ്ഞ വ്യക്തികൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. രാവിലെ എണീക്കുക, യോഗം ചെയ്യുക. അത് എത്രത്തോളം ഞാൻ മുഴുവൻ ചെയ്തു എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തില്ലല്ലോ ഇത് നോക്കണ്ട. എനിക്ക് എത്ര ചെയ്യാൻ കഴിയും അതിൻ്റെ ഒരു പരിശ്രമത്തിലേക്ക് മുന്നോട്ട് പോവുക. എനിക്ക് ചെയ്യാൻ പറ്റിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ വീണ്ടും പരിശ്രമിക്കുക. കാരണം എന്താ പറയുക, മായക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്രാഹ്മണനെയാണ്. ബ്രഹ്മകുമാരന്മാരെയും കുമാരിമാരെയാണ് മായക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവര് പല വിധത്തില് വരും. തന്മന്തൻ എന്ന് പറഞ്ഞ പോലെ അത് നശിപ്പിക്കാനായിട്ട് പല സങ്കല്പങ്ങൾ കൊണ്ടുവരും. അത് കണ്ട് പേടിക്കരുത്. വീണ്ടും പരിശ്രമിക്കും. ഇതൊരു പരിശ്രമം തന്നെയാണ്. പക്ഷെ സ്നേഹത്തോടെ ആണെങ്കിലോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പരിശ്രമമുക്തമായ പണിയാണ്. നല്ല സ്നേഹം ഇല്ലാത്ത രീതിയിലാവുമ്പോൾ മാത്രമാണ് ഇത് കുറച്ച് കൂടുതൽ പരിശ്രമമായി മാറുന്നത്. അതായത് ബ്രാഹ്മണനും ആണ്, അതേപോലെ തന്നെ ക്ഷത്രിയനുമാണ്. ക്ഷത്രിയനാവുന്ന പറഞ്ഞാല് യുദ്ധം തന്നെയാണ്. മായയോട് യുദ്ധം ചെയ്ത് 5 വികാരങ്ങളോടും യുദ്ധം ചെയ്ത് തന്നെ പണി. എന്നിട്ടും ജയിക്കും, അപ്പോഴും ജയിക്കും. പക്ഷെ അത് നേരെ ത്രേതായുഗത്തിലേക്ക് പോവാന്ന് മാത്രം. കാരണം അതിനുള്ള ടൈം ഉണ്ടാവുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമൃതവേളി, ട്രാഫിക് കൺട്രോളും ക്ലാസ്സുകളും ഇതൊക്കെ യുദ്ധം ചെയ്ത് നേടിയെടുക്കുക. നേരെ സ്നേഹത്തോടെ ആണെങ്കിലോ അമൃതവേളയ്ക്ക് മുന്നേ എഴുന്നേൽക്കും. ട്രാഫിക് കൺട്രോളുകൾ വളരെ സ്നേഹത്തോടെ ചെയ്യും. പിന്നെ വീട്ടിൽ വേണ്ട എല്ലാ കർമ്മങ്ങളും അതീവ ഭംഗിയോടെ ചെയ്യും, സ്നേഹത്തോടെ ആണെങ്കിൽ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നവർ പ്രയാസങ്ങൾ നേരിടും. എനിക്കുണ്ട് പ്രയാസങ്ങൾ, നിങ്ങൾക്കുണ്ട് പ്രയാസങ്ങൾ, എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്. ആർക്കും പ്രയാസമില്ലാതെ ഒന്നുമില്ല, എല്ലാവർക്കും ഉണ്ട്. ഒരു സംശയം വേണ്ട. പക്ഷെ അറിഞ്ഞ സ്ഥിതിക്ക് ചെയ്യന്നെ വേണം. കാരണം വരുന്നുണ്ട് ഇനി അടുത്ത തീവ്ര ന്യൂനമർദ്ദവും മറ്റ് പ്രഹേളികളും കേരളത്തിൽ തീർന്നിട്ടില്ല. കേരളത്തില് ഇനി ഒരു ഇത് തീർന്നു, ഒരു വയനാടും ഒരു ഇതും തീർന്നു എന്നൊക്കെ വിചാരിച്ച് സമാധാനത്തിലിരിക്കണ്ട. വരുന്നുണ്ട് ഈ വർഷം തന്നെ. അത്യാവശ്യം കേരളത്തിന്റെ അവസ്ഥ കുറെ പേര് പോകുന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. പ്രകൃതി ആ രീതിയിലാണ്, പ്രകൃതിയുടെ കളി. പിന്നെ മറ്റു വിധത്തിൽ ആക്സിഡന്റുകൾ, കത്തിക്കുത്ത്, വെടിക്കോപ്പുകൾ, അങ്ങനെയുള്ള കണക്ക് അത് വേറെ. അതൊരു ഒരു സെക്ഷനിലും കണക്ക് തീർക്കാതിരിക്കില്ല. ഭയങ്കര സ്പീഡിലാണ് വിനാശം നടക്കുന്നത്. പോലീസിന്റെ സെക്ഷനിൽ ഒരു ഭാഗം, രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ അത് വേറൊരു ഭാഗം, ഇനി പ്രകൃതിപരമായിട്ടാണെങ്കിൽ അത് വേറൊരു ഭാഗം. ഭയങ്കര സ്പീഡിൽ വിനാശം നടക്കുന്നുണ്ട്. ഈ കണ്ണ് തുറന്ന് നോക്കണം. വിനാശം നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള കോടിക്കണക്കിന് ജനങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ടപ്പേന്ന്
ആത്മാക്കൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ശരീരം വിടുന്നുണ്ട്, കണക്ക് തീർത്തിട്ട്. അതായത് സ്ഥലങ്ങളിൽ അത്രേ കണക്കുണ്ടാവുള്ളൂ. ആ പാർട്ട് തീർത്ത് അവര് ആ കണക്ക് തീർത്ത് പോവാണ്. പിന്നെ അവർക്ക് ജന്മമുണ്ട് പല സ്ഥലങ്ങളിൽ. എവിടെയാണോ അപ്പൊ അതുവരെയുള്ള സമ്പാദ്യം എന്താണോ, ഏത് രീതിയിലാണോ നശിപ്പിച്ചത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് സമ്പാദ്യം ഉണ്ടാവുക. ഇന്നിപ്പോ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് നാളെ മറ്റന്നാളെ ചിലപ്പോൾ ഇതിനേക്കാൾ ഉയർന്ന സമ്പാദ്യത്തിലാവാം, ഇനി താഴ്ന്ന സമ്പാദ്യത്തിലാവാം. എന്തായാലും നമ്മൾ എന്ത് വിടരുത്, ആത്മധൈര്യം കൈവിടരുത്. ബ്രഹ്മബാബയുടെ അവസ്ഥ നോക്കൂ. ബ്രഹ്മബാബ ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടി സറണ്ടർ ചെയ്യുന്ന സമയത്ത് 10-30 കോടി അധികം ആസ്തി ഇതിലേക്ക് സറണ്ടർ ചെയ്തു. ഒരു വെള്ള ജുബ്ബൻ ഇട്ട് അങ്ങോട്ട് ഇറങ്ങി. പിന്നെന്താ ഉണ്ടായത്? ഭക്ഷണം പോലും കഴിക്കാൻ കിട്ടിയില്ല. അതെന്തേ? ബ്രഹ്മബാബയ്ക്ക് ഭക്ഷണം കിട്ടാഞ്ഞത്? മഹായോഗിയല്ലേ, നാളത്തെ കൃഷ്ണനല്ലേ. ആ കണക്ക് എന്തൊക്കെയോ ചെറിയ ചെറിയ കണക്കുകൾ എവിടേക്കോ വെച്ച് അതൊക്കെ അതാത് സമയങ്ങളിൽ സെറ്റിലായി അവസാനം ബ്രഹ്മബാബയ്ക്ക് വേണ്ട ഭക്ഷണം. നമുക്ക് പാർട്ട് വരും, അസുഖങ്ങൾ വരും, വിനാശത്തിന്റെ ഭാഗമായിട്ട് പലതും വരും. എനിക്ക് തന്നെ നല്ലൊരു അനുഭവം കിട്ടി. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്കിന്റെ ബാറ്ററി ഇലക്ട്രിക് ബൈക്കാണ്. അപ്പൊ ശരി, ഇനി നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കാന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിയത് ഒരു ബൈക്ക്. 3 വർഷമായി. അതിന്റെ ബാറ്ററി കത്തിപ്പോയി. ബാറ്ററി ആദ്യം വണ്ടി വെള്ളത്തിലായി, വെള്ളം മുങ്ങി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വണ്ടി ഉപയോഗിച്ച് ഞാൻ ടൗണിൽ എത്തിയപ്പോഴേക്കും ബാറ്ററി കത്തിപ്പോയി. പക്ഷെ ഞാനത് സത്യം പറഞ്ഞാൽ കത്തിയതിൽ വളരെ ഹാപ്പിയാണ്. കാരണം കത്തിയ സമയം സന്ദർഭം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ സ്റ്റേഷന്റെ അടുത്ത് അത് വന്ന് ഫയറുകാർ വന്ന് അത് അണച്ച അതിന്റെ വീഡിയോ ഞാൻ ലിങ്ക് ഇതിലിട്ട് ഒന്ന് കാണണം. അത് സത്യം പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം നമ്മുടെ വീട്ടിൽ വെച്ചിട്ടോ ഞാൻ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റൊരു സമയത്തോ ആണ് ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത് വെച്ചാൽ അതിന്റെ ഘാതം വളരെ വലുതായിരിക്കും. അത് നല്ലൊരു സമയം, നല്ലൊരു സന്ദർഭമായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ അതിന്റെ ആ കത്തുന്ന ബാറ്ററി ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. കത്താത്ത ടൈപ്പ് ബാറ്ററികളുണ്ട്. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. സംഗതി ഒരു 3-4 മാസമായി ഇപ്പൊ വണ്ടി അങ്ങനെ വണ്ടി തള്ളുന്ന ഒരു വീഡിയോ ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതവിടെ ഇതായി കിടന്നിട്ട്. പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ റിക്കവർ ചെയ്തു. ഞാനൊരു സൈക്കിള് വാങ്ങി, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ സൈക്കിൾ കൊണ്ട് നിറവേറ്റി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വർക്ക് കുറവ് കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ട്, അതായത് നമുക്ക് പലതും നശിക്കാൻ പോകണം. ആദ്യം നശിക്കാൻ പോകുന്നത് BKSന്റെ തന്നെയാണ്. ബ്രഹ്മകുമാരീസിന്റെ ഓരോരുത്തർക്കാണ് ഇതിന്റെ പരീക്ഷണങ്ങൾ വരിക. എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ നശിക്കും. ഞാനീ സംസാരിക്കുന്ന ഈ ഫോൺ ഇന്ന് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ 4 ദിവസത്തിന് ചിലപ്പം എന്നെ കണ്ടില്ലാന്ന് വരും, എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലാന്ന് വരും. അടുത്ത ഫോൺ വാങ്ങണ്ടേ? ഫോൺ വാങ്ങിയിട്ട് വേണം പിന്നെ അതിൽ എന്തെല്ലാം സെറ്റിങ്സ് കാര്യങ്ങളും ഒക്കെ ആക്കി ഈ യൂട്യൂബിന്റെ ചാനലും ഒക്കെ അറേഞ്ച് ചെയ്ത് വീണ്ടും ഞാനത് ചെയ്യുമ്പോഴേക്കും സമയം എടുക്കും. പക്ഷെ തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഈ കൊക്കിന് ശ്വാസം ഉള്ളിടത്തോളം കാലം എനിക്ക് പറയാനുള്ളത് ബ്രഹ്മകുമാരീസുമായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണോ എനിക്ക് യോഗം ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ റിവീൽ ആവുന്നതൊക്കെ പറയും. അത് അന്ത്യം വരെ പറയും. അത് എടുക്കാം. കാരണം ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ മുരളി വായിച്ചിട്ട് അതിലുള്ള കാര്യങ്ങളും ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷനും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് സംസാരിക്കുന്നു. വരികയാണ് മഹാവിനാശം വരികയാണ്. മഹാവിനാശം എന്ന് പറഞ്ഞാൽ അത് വന്ന് ഒരു ഭാഗം അങ്ങനെ റെഡിയാക്കി വരികയാണ്. അങ്ങനെ തന്നെ തീരുള്ളൂ. അങ്ങനെ തന്നെയാണ് ഡ്രാമ, അങ്ങനെ തന്നെയാണ്. ഇത് 5000 വർഷത്തെയാണ്, കറക്റ്റ് 5000 വർഷത്തെയാണ്. കോടിക്കണക്കിന് വർഷങ്ങളുടെ കണക്കും കാര്യങ്ങളൊക്കെ മറ്റുള്ള അവര് പറയും. അംഗീകരിക്കണം. അതെ, അംഗീകരിക്കണം. ഇതേ അവര് തന്നെ കൃത്യമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറയാം ഇത് സംഗതി കോടിക്കണക്കിന് വർഷങ്ങളുടെ ആണ്, പക്ഷെ 5000 വർഷത്തെയാണ്. ഒരു രാവിലെ രാത്രി എത്ര കോടി വർഷങ്ങളായിട്ട് ഉണ്ടാവുന്നതാണ് രാവിലെയും രാത്രി. പക്ഷെ ആ ഒരു രാവിലെയുടെ അവസ്ഥ നോക്കൂ, എത്ര മണിക്കൂറാ? ഓരോരോ സ്ഥലങ്ങളുടെ ബേസ് ചെയ്തിട്ട് രാവിലെ 12 മണിക്കൂറും ഒരു സ്ഥലത്ത് 12 മണിക്കൂർ. അത് പല സ്ഥലങ്ങളിലും ചെറിയ ടൈം ഡിഫറൻസ് ഉണ്ടായിരിക്കും. സൂര്യന്റെ ഭൂമി ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥകൾക്ക് ബേസ് ചെയ്തുകൊണ്ട് ചില സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതൽ പകലും ചില സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതൽ രാത്രി ഉണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിൽ അത് കൃത്യമായിട്ട് ഈക്വൽ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ ഭൂമിയുടെ ചെരിവിനെ ബേസ് ചെയ്തിട്ട് ചില മാസങ്ങളിൽ കൂടുതൽ പകലും കൂടുതൽ രാത്രിയും കാണാൻ കഴിയും. ഇതൊന്നും കൂടുതൽ പഠിക്കാൻ നിൽക്കല്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞു പോകണമെന്നുള്ളൂ. കാരണം എന്താ പറയുക, അപ്പം തിന്നാൽ മതി കുഴിയണണ്ട. അപ്പം തിന്നു, അതായത് ബാബ വന്നിട്ടുള്ളത് എന്തിനാണ്? നമ്മളപ്പം തീറ്റിക്കാനാണ്. ഏതപ്പം? ഗുണങ്ങൾ.
ഇതങ്ങനെ എടുക്കുക, യോഗം ചെയ്യുക, ബാബ ബാബ, ബാബയുടെ മുഴുവൻ ഗുണങ്ങൾ എടുക്കാൻ പറ്റുന്ന അറിയൊരു അവസരം എപ്പോഴും. ഇത് മാക്സിമം എടുക്കുക. ഏത് രീതിയിൽ നമുക്ക് ബാബയെ ഓർമ്മിക്കാൻ പറ്റും അത്. അതിലൊരു കാരണവശാലും നമ്മളെ താഴ്ത്തരുത്. നമ്മൾ എത്ര ഉയർത്ത, ഞാൻ ഏറ്റവും ഉയർന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. എൻ്റെ ചിന്തകൾ തന്നെ ഏറ്റവും ഉയർന്ന രീതിയിലായിരിക്കണം. ഞാൻ ഏറ്റവും ഉയർന്ന പാർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കൃഷ്ണന്റെ സമാനമാണ്, കൃഷ്ണന്റെ കൊട്ടാരത്തിലാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ സ്ഥിരം ഇത് ചെയ്യണം. അപ്പൊ നാളെ മറ്റന്നാള് കൃഷ്ണന്റെ കൊട്ടാരത്തിൽ വരേണ്ട ആള് ഇന്ന് 7 മണി വരെ കിടന്നുറങ്ങേണ്ട ആവശ്യമുണ്ടോ? കൃഷ്ണനെ കളിപ്പിക്കുകയാണ്, കൃഷ്ണനെ കുളിപ്പിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ പോകേണ്ട ആള് ഇന്ന് 8 മണി വരെ ഒക്കെ കിടന്നുറങ്ങി എണീറ്റാല് അവിടേക്ക് വിടുവോ? ഇല്ല. ഭക്ഷണശുദ്ധി, കൃഷ്ണൻ എന്താ ഭക്ഷണം കഴിക്കുക, ആ രീതിയിലേക്ക്. കൃഷ്ണൻ എങ്ങനെ കുളിക്കുക, കൃഷ്ണൻ എങ്ങനെ കുളിപ്പിക്കണം, കൃഷ്ണന്റെ വസ്ത്രധാരണം, കൃഷ്ണന്റെ കൂടെയാണ് സ്റ്റാർട്ടിങ് മൊത്തം, സത്യയുഗത്തിന്റെ സ്റ്റാർട്ടിങ്. പിന്നെ അത് സത്യയുഗം ഒന്നാകുമ്പോഴേക്കും ലക്ഷ്മി നാരായണനിലേക്ക് മാറി. അവിടെ ആരൊക്കെ കൃഷ്ണന്റെ കൂടെ കളിച്ചിരുന്നവരും പാടിയിരുന്നവരും എല്ലാവരും ഒന്നും അവിടേക്ക് പോണമെന്നില്ല എന്നല്ല, പോവില്ല. അവിടെ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് 9, പക്ഷെ അവരിലുള്ളവരും ഉണ്ടാവും, അവിടെ ഉണ്ടായിരുന്നവരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറെ ചിന്തകൾ. അങ്ങനെ എപ്പോഴും നമ്മൾ നന്നായിട്ട് ഉയർത്തിക്കൊണ്ടേയിരിക്കുക. വിനാശം നടത്തുന്നത് ഞാൻ തന്നെയാണ്, ഇങ്ങനെ തന്നെ ചിന്തിക്കണം. ഞാനാണ് വിനാശം നടത്തുന്നത്. അതായത് എൻ്റെ ഓരോരോ ചിന്തകൾ സൂപ്പർ സോണിക് പവർഫുൾ പോസിറ്റീവിലേക്ക് പോകുമ്പോൾ മാത്രമേ ചുറ്റുപാടും വിനാശം നടക്കുള്ളൂ. പിന്നെന്താ പേടിക്കും? വിനാശത്തിന് എന്തിനാ പേടിക്കും? വിനാശത്തിന് പേടിക്കല്ല വേണ്ട, വിനാശത്തിന് ഇഷ്ടപ്പെടണം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ വീട് പണിയാണ്. അപ്പൊ പുതിയ വീട് പണിയുമ്പോൾ നമ്മുടെ അതേ സ്ഥലത്തെ പഴയ വീടിന്റെ ഓരോ ഭാഗങ്ങൾ പൊളിച്ച് അവിടെ പുതിയ ഇത് കെട്ടി, അപ്പൊ പഴയ കുറെ ഭാഗങ്ങൾ പൊളിച്ച് അതിനെ മാറ്റി, അതിനെ ചിലപ്പോൾ തറേൻ്റെ ഉള്ളിലേക്ക് ഇട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയുന്നതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട്, ഇങ്ങനെ തന്നെയാണ് വീട് പണിയുക. അതേപോലെയാണ് ഇവിടെ വിനാശം. പഴയ സംസ്കാരം ഇതിനെ ഒഴിവാക്കുക വേണം. ഒഴിവാക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് പരീക്ഷണങ്ങൾ ഇങ്ങനെ വരും. ഞാൻ ആ പഴയ സംസ്കാരത്തിൽ നിന്ന് മാറുകയാണ്. എൻ്റെ ആദ്യ സംസ്കാരം, നേരത്തെ എഴുന്നേൽക്കുന്ന സംസ്കാരം, എൻ്റെ ഭക്ഷണ ശുദ്ധി, ഞാൻ അത്രയും ശുദ്ധമായ ഭക്ഷണമേ കഴിച്ചിരുന്നുള്ളൂ, ഇനിയും അതേ കഴിക്കുള്ളൂ. എൻ്റെ ചിന്താരീതി, ഞാൻ അത്രയും ശുദ്ധമായതേ ചിന്തിച്ചിരുന്നുള്ളൂ, ഇനിയും അതേ ചിന്തിക്കുള്ളൂ. ഇങ്ങനെ മാറ്റണം. ഞാനതായിരുന്നു. നമ്മളങ്ങനെ വലിയൊരു മോശമായ ഒരു അന്തരീക്ഷത്തിലൂടെ പോവുകയാണെങ്കിൽ പോലും അതിൻ്റെ പ്രഭാവം നമ്മളെ യേശു വലിയൊരു ഉത്സവപ്പറമ്പിൽ രഥോത്സവം നടക്കുകയാണ്, അല്ലെങ്കിൽ രഥത്തിനുള്ള ആനയിക്കൽ നടക്കുകയാണ്. ശ്രീരാമനെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെയോ നല്ലൊരു വിഗ്രഹം, സ്വർണത്തിന്റെ വിഗ്രഹം യേശു ഇങ്ങനെ ബ്രാഹ്മണരെ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലൊക്കെ ഇങ്ങനെ പോവാണ്. അതിലെ വിഗ്രഹത്തിന് എന്തെങ്കിലും കോട്ടം തട്ടും. അത്രയും ഭക്തി പുരസരാണ് ഭക്തര് അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അത് കൊണ്ടുപോകുന്ന അതിൻ്റെ ആ ഉള്ളിലിരിക്കുന്ന ആ മൂർത്തികളുടെ ജഡചിത്രങ്ങളുടെ സത്യമായ ചൈതന്യ നക്ഷത്രങ്ങളാണ് നമ്മൾ. അവിടെ ജീവനില്ല. വിഗ്രഹം അതെങ്ങനെ ഉണ്ടായിരിക്കാം? പിച്ചളയിലായിരിക്കാം, വെള്ളിയിലായിരിക്കാം, സ്വർണത്തിലായിരിക്കാം, എന്തിലും ആവട്ടെ. അതിൻ്റെ യഥാർത്ഥ രൂപമാണ് ഞാൻ. പക്ഷെ എൻ്റെ ശരീരം എന്തായി? 63 ജന്മം കൊണ്ട് പറ്റ മോശമായി. സത്യം പറഞ്ഞാൽ എല്ലും ഇറച്ചിയും എല്ലാം വളരെ മോശമായി. പക്ഷെ എൻ്റെ ഉള്ളിൽ ആ സാധനം ഉണ്ട്, ആത്മശക്തി ചൈതന്യവത്താണ്. ഈ ചൈതന്യവത്തായ ആത്മശക്തിയെ വീണ്ടും ഞാൻ എത്ര മോശമായ അന്തരീക്ഷത്തിലൂടെ പോയിക്കോട്ടെ, ബിവറേജിന്റെ അടുത്ത് കൂടെ പോട്ടെ, വേറെ എന്തെങ്കിലും ഒരു അത്രയും മോശമായ തമോ ഗുണി ഭക്ഷണങ്ങൾ വെക്കുന്ന ബിരിയാണി മറ്റു മറിച്ചതൊക്കെ വിളമ്പുന്ന സ്ഥലത്തിന്റെ ഇടയിൽ കൂടെ പോട്ടെ, ഏതിലൂടെ നടക്കുകയാണെങ്കിലും എൻ്റെ രൂപം എന്താണ്? അതാണ് ഞാൻ ആ ആദിയിലെ ദേവതയാണ്. ആ ദേവതാ സ്വരൂപത്തിലേക്ക് എൻ്റെ ഗുണങ്ങളെ കൊണ്ടുവരണം. ഞാൻ ആ ഒരു ഗുണങ്ങളും ശക്തികളുമായിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പൊ കാണാം പുറമൊക്കെ അങ്ങനെ വിനാശം സംഭവിക്കുന്നു, പുതിയത് ഇങ്ങനെ സ്ഥാപിക്കുന്നു. അതായത് നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റം ഉണ്ടാക്കണം. ഞാൻ ഇന്നലെ വിനാശത്തിന്റെ വീഡിയോ ഇട്ട് ഒരു 10-20 ആളുകൾ ഇപ്പോൾ ഇതുവരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അധികം മണിക്കൂറായിട്ടില്ല. ഇനി അതിനെപ്പറ്റി കുറച്ചും കൂടെ കൂടുതൽ അടുത്ത ദിവസം ഞാനൊന്ന് പഠിക്കട്ടെ, പഠിച്ചിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഓം ശാന്തി.